ഡൊമിനിക് റിപ്പബ്ലിക്കൻ തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിശാ ക്ലബിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരണം 124 150 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ സാന്റോ ഡൊമിംഗോയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ വളരെ ആഘോഷപരമായ പരിപാടികൾ, അതായത് ഈ ഗാനമേളയൊക്കെ നടക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ സംഗീത പരിപാടി നടക്കുന്ന ഒരു സമയത്താണ് ഈ അപകടമുണ്ടായത്. മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. ആ മേൽക്കൂര തകർന്നു വീണ് ഉടൻ തന്നെ റൂബി പെറസ് എന്ന് പറയുന്ന ഒരു ഗായകൻ, ലോകപ്രശസ്തനായ ഒരു ഗായകൻ മരണപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ പല പ്രശസ്ത വ്യക്തികളും, ഫുട്ബോളർമാരെല്ലാം തന്നെ ഈ നൈറ്റ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖ വ്യക്തികളുടെയും മരണം സംഭവിച്ചിരുന്നു. ആ മരണസംഖ്യ ഇന്നലെ 60-70 ഒക്കെ ആയിരുന്ന മരണസംഖ്യ ഇന്ന് വീണ്ടും വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 125 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടം നടന്ന് ഉടൻ തന്നെ അവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം തന്നെ കൃത്യമായി നടക്കുകയും, അതായത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കൃത്യമായ റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം നടക്കുകയും ചെയ്തുവെങ്കിൽ കൂടി കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയവരെ പലരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇപ്പോൾ വീണ്ടും 125 മരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമുള്ളൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. വലിയ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ ഹാളിന് മുകളിലെ മേൽക്കൂര തകർന്നു വീണത് സംബന്ധിച്ചുള്ള അന്വേഷണവും മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.